പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. നമ്മളായിരിക്കുന്ന ജീവിത മേഖലകളിൽ പ്രത്യാശയോടെ, പുത്തൻ അഭിഷേകത്തോടെ, പുതുചൈതന്യത്തോടെ ജീവിക്കുവാൻ കരുത്തു നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ. ഇന്നേ ദിനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-3 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനങ്ങളെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എപ്രകാരമാണ്? ജ്ഞാനത്തോടെ, വിവേകത്തോടെ നമ്മളായിരിക്കുന്ന ജീവിത മേഖലകളിൽ ശരിയേത് തെറ്റേത് എന്ന് വിവേചിച്ചറിയുവാനുള്ള കഴിവ് നമുക്ക് നൽകുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മളുടെ മനസ്സിൽ ഇപ്രകാരം ചില പ്രചോദനങ്ങൾ നൽകും. മോനെ മോളെ, ഇതാണ് ശരി, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്. ചില തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയപ്പെട്ട ഒരു ജീവിതം പ്രിയമുള്ളവരെ ഇരട്ടി കരുത്തുള്ളതാണ്. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതമാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തെ അടിമുടി മാറ്റുന്ന ഈ പരിശുദ്ധാത്മ അഭിഷേക വചനത്തിൻ്റെ ശക്തിയാൽ നമ്മളെല്ലാവരും നിറയപ്പെടുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങളൊക്കെ ഹൃദയത്തോട് ചേർക്കാം, കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥനകളെ, നമ്മുടെ ജീവിത മേഖലകളെ, നാം ആയിരിക്കുന്ന ജീവിത അവസ്ഥകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച്, ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ പ്രത്യാശയോടെ, അഭിഷേകത്തോടെ, പുത്തൻ ഉണർവോടെ വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം.